ധന്യ, പാകിസ്ഥാനെയും ചൈനയും ഒരേ സമയം ഞെട്ടിക്കണമെങ്കിൽ എത്ര കോടി രൂപയുടെ ഒരു പ്രതിരോധ കരാർ പ്രഖ്യാപിക്കേണ്ടി വരും? പാകിസ്ഥാന് ചൈനയാണെങ്കിൽ രണ്ട് പടക്കം മതി, പക്ഷെ എങ്കിലും ഒരു 15,000 കോടി, 50,000 കോടി, അത്ര ആയില്ല, 35 കോടി, 25 കോടി, ഒരു 20,000 കോടി രൂപ. അത്രയും മതിയല്ലേ? അത്രയും മതി. 20,000 കോടിക്ക് എത്ര പൂജ്യം ഉണ്ടാവും? എന്നെ തീരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് നിലവിൽ ഇന്ത്യ ഈ പാകിസ്ഥാനെയും ചൈനയും ഒക്കെ വെട്ടിക്കുക, അതൊന്നും അല്ല ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അമേരിക്കയെ പോലെ അല്ലെങ്കിൽ റഷ്യയെ പോലെ ഒരു ഏറ്റവും വലിയ സൈനിക ശക്തി, ഒരു ആഗോള ഭീകര അല്ലെങ്കിൽ ആഗോള സൈനിക ശക്തിയാകുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്ത ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യ ഒരു ബോംബർ വിമാനം വാങ്ങാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ദൂരപരിധി ഏതാണ്ട് 12,000 കിലോമീറ്ററാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ലോകത്ത് എവിടെ വേണേലും ആക്രമണം നടത്താം. അപ്പോൾ അത്തരത്തിൽ വലിയ സാമ്പത്തിക ചിലവുള്ളതാണ്. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. ഇന്ത്യ രഹസ്യമായിട്ട് ആ ബോംബർ വിമാനം നിർമ്മിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് സൂചനകൾ വരുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് നമ്മളത് സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. ഇത് ഇപ്പോൾ പറയുന്നു, അതായത് എക്കണോമിക് ടൈംസ് എന്ന് പറയുന്നൊരു മാധ്യമമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതായത് 20,000 കോടി രൂപയുടെ കരാർ അനുവദിച്ചിരിക്കുന്നു. അത് ഈ ഏതെങ്കിലും നേരിട്ട് ആക്രമണം നടത്താനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധോപകരണം വാങ്ങാൻ വേണ്ടിയിട്ടല്ല, നിരീക്ഷണ സാമഗ്രികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് അവാക്സ് എന്ന് പറയും. അതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് AWACS. അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റഡാറുകളില്ലേ, ഈ റഡാറുകൾ സാധാരണ എവിടെയെങ്കിലും കെട്ടിടത്തിൽ വെച്ചിരിക്കുന്ന ഒരു യന്ത്ര സാമഗ്രികളായിരിക്കുമല്ലോ. ആ റഡാറിൽ ഏതെങ്കിലും ശത്രു വിമാനം വന്ന് പതിയുകയാണെങ്കിൽ നമ്മൾ അതിനെ ആക്രമിച്ച് ഇല്ലാണ്ടാക്കും, അല്ലേ? അപ്പോൾ ഈ റഡാറ് നമ്മുടെ ആകാശത്തുണ്ടെങ്കിലുള്ള എങ്ങനെയായിരിക്കും? ആകാശത്തുണ്ടെങ്കിൽ ആകാശത്ത് വെച്ച് ശത്രുക്കളെ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റും. കാരണം ഈ ഭൂമിയിലുള്ള റഡാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കമില്ല. പക്ഷെ ആകാശത്തുള്ള റഡാർ എന്ന് പറയുന്നത് നമുക്ക് അതിന് പരിധികളില്ല. അപ്പോൾ ഒരു വിമാനത്തിൽ ഈ റഡാർ സംവിധാനം ഘടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ അവാക്സ് എന്ന് പറയുന്ന ചിന്തയ്ക്ക് പിന്നിൽ. അതായത് നിലവിൽ നമ്മൾ 6 അവാക്സുകൾ, അതായത് ഈ പറയുന്ന പോലെ ഒരു റഡാർ സംവിധാനം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതായത് നേത്ര MK2 എന്നാണ് ഈ റഡാർ സംവിധാനത്തിന്, പുതിയ തലമുറ റഡാർ സംവിധാനമാണ് ഈ നേത്ര MK2 എന്ന് പറയുന്ന സംവിധാനം. അത് 6 വിമാനങ്ങളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ പറയുന്ന റഡാർ അല്ലെങ്കിൽ ഈ പറയുന്ന നിരീക്ഷണ സംവിധാനം നിർമ്മിക്കുന്നത് DRDO ആണ്. നമ്മുടെ ഇന്ത്യൻ സാധനം തന്നെ, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും നിർമ്മിക്കുക. മറ്റൊരു സംഗതി, ഈ വിമാനങ്ങൾ എന്ന് പറയുന്നത് എയർബസിൻ്റെ വിമാനങ്ങളാണ്. ഈ എയർബസിൻ്റെ വിമാനങ്ങൾ നമ്മൾ എയർ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. എയർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തും. അപ്പോൾ ഈ 6 വിമാനങ്ങൾ, എയർബസിൻ്റെ 6 വിമാനങ്ങൾ നമ്മൾ എയർ ഇന്ത്യയിൽ നിന്ന് ഇതിനോടകം വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഓൾട്ടറേഷൻസ് വരുത്താനുണ്ട്, ചില അറ്റകുറ്റപ്പണികൾ, ചില രൂപമാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് ഈ സംവിധാനം. ഏറ്റവും പ്രധാനം, ഈ വിമാനത്തിൻ്റെ മുകളിൽ ഈ നമ്മൾ ചില ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടോ ഒരു ഡിഷ് ആൻറ്റണ വെച്ച പോലൊരു സാധനം ഒരു വിമാനത്തിൻ്റെ മുകളിൽ ഉണ്ടാകും. അതിൻ്റെ പേര് ഡോർസൽ റഡാർ ഡോം എന്നാണ്. അത് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി നിരീക്ഷണം സാധ്യമാകും. ഒരു ഏരിയൽ പോലത്തെ ഒരു സംഗതി, ഒരു ആൻറ്റിന പോലത്തെ ഒരു സംഗതിയാണത്. അപ്പോൾ ഇത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു എയർ ഇന്ത്യയുടെ ഒരു യാത്രാ വിമാനത്തെ നമ്മളൊരു സൈനിക വിമാനമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എയർബസ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കലാപരിപാടികൾക്ക് വിധേയമാകുന്നത്. സാധാരണഗതിയിൽ ബോയിങ് വിമാനങ്ങളാണ് ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എയർബസിനെ സംബന്ധിച്ച് അത് പുതിയൊരു അനുഭവമാണ്. ഇനി ഈ പറയുന്ന അവാക്സ് സംവിധാനം സാധ്യമാകുന്നതോടുകൂടി പല ഗുണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ശത്രു രാജ്യത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിമാനങ്ങൾ, ഡ്രോണുകൾ അല്ലെങ്കിൽ ഈ മിസൈലുകൾ ഏത് വേണേലും നമ്മുടെ അതിർത്തി ഭേദിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി കണ്ടെത്താനും അത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് ഈ അവാക്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുക. അതുമാത്രമല്ല, ഈ താഴെ ഇത് ആകാശത്ത് ഉയർന്നു നിൽക്കുകയാണല്ലോ, അപ്പോൾ താഴെയുള്ള സംഗതികളെ ഇത് നിരീക്ഷിക്കാൻ പറ്റും.
ഈ വിമാനത്തിൻ്റെ താഴെ നടക്കുന്ന ആക്ടിവിറ്റീസ്, അതായത് ചിലപ്പോൾ സൈനിക മുന്നേറ്റമാകാം, ഏതെങ്കിലും തരത്തിലുള്ള നുഴഞ്ഞുകയറ്റമാകാം, അതല്ലെങ്കിൽ പോട്ടെ ഈ കടലിന് മേളിലാണ് ഈ വിമാനം നിൽക്കുന്നതെങ്കിൽ കപ്പലുകളുടെ നീക്കമാകാം, അതിനെയൊക്കെ നിരീക്ഷിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാന സംഗതി, ഇത് ശത്രു വിമാനങ്ങളുടെ റഡാർ സിഗ്നലുകൾ മാത്രമല്ല, ഇലക്ട്രോണിക്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലുകൾ പോലും. ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി ശത്രു വിമാനങ്ങൾ അവരുടെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്ത് വെക്കാം, റഡാർ സംവിധാനങ്ങൾ നിശ്ചലമാക്കി വെക്കാം. അങ്ങനെ രഹസ്യമായിട്ടായിരിക്കുമല്ലോ വിമാനങ്ങൾ വരിക. പക്ഷേ ഈ വിമാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണം ജോലി ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു തരംഗം പുറപ്പെടുവിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തരംഗങ്ങൾ പോലും ഈ പുതിയ തലമുറ റഡാർ സംവിധാനം വഴി നമുക്ക്, അല്ലെങ്കിൽ നേത്ര 2 വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായ വിവരം നമ്മുടെ താഴേത്ത്, അതായത് ഇത് ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു കമാൻഡ് സെൻ്ററായിട്ട് ഈ വിമാനം പ്രവർത്തിക്കും. അതായത് താഴെയുള്ളവർക്ക് ആജ്ഞ കൊടുക്കുക. ഇപ്പോൾ മേളിൽ നിന്ന് നിരീക്ഷിച്ചിട്ട് ആജ്ഞ കൊടുക്കുന്ന ഒരു കമാൻഡ് സെൻ്ററായിട്ടും ഈ വിമാനം പ്രവർത്തിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മളെ സംബന്ധിച്ച് ഈ 20,000 കോടി രൂപയുടെ ഈ പ്രതിരോധ അല്ലെങ്കിൽ ഈ നിരീക്ഷണ സംവിധാനം മാത്രമല്ല, ഒരു ആഗോള സൈനിക ശക്തിയായിട്ട് മാറാനായിട്ട് ഇന്ത്യ മാറുന്നതിൻ്റെ മറ്റൊരു ചില സാധനങ്ങൾ കൂടിയുണ്ട്. അതായത് AMCA പ്രൊജക്റ്റ് ഉണ്ട്. AMCA എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമാണ്. ഇപ്പം നമ്മൾ ഈ കേരളത്തിൽ വന്നിറങ്ങിയ F-35 എന്തുകൊണ്ട് വാർത്തയായി എന്നുള്ളത് ഇന്ത്യക്ക് നിലവിൽ 5ാം തലമുറ വിമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വിമാനത്തിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും രാജ്യത്തെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് വാങ്ങാനായിട്ട്. പക്ഷെ നമ്മൾ നിലവിൽ AMCA പ്രൊജക്റ്റ്, അതായത് അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നാണ് AMCAയുടെ ഫുൾ ഫോം. ഈ പദ്ധതി പ്രകാരം ഇന്ത്യ സ്വന്തമായി വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള 5ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള പ്രൊജക്റ്റുകളിലേക്ക് കടക്കുകയാണ്. ഇതുകൊണ്ടും തീർന്നില്ല. ഇന്ത്യ അഗ്നി മിസൈല്, അതായത് ഇന്ത്യയുടെ ഏറ്റവും ദൂരെ കൂടുതൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ ആക്രമണ ശേഷിയുള്ള മിസൈല് ബ്രഹ്മോസ് അല്ല, അഗ്നിയാണ്. ഈ അഗ്നി മിസൈലിനെ അമേരിക്കയുടെ മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബുണ്ടല്ലോ, അതേപോലെ അഗ്നി മിസൈലിനെ പരിഷ്കരിച്ച് ഒരു ബങ്കർ ബസ്റ്റർ ബോംബിന് തുല്യമായി അതീവ ആക്രമണ ശേഷിയുള്ള ഒരു മിസൈലാക്കി മാറ്റാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ രീതിയിലുള്ള ബോംബർ വിമാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആകാശ് മിസൈല്, അത് കഴിഞ്ഞ ദിവസം ലഡാക്കിൽ കൊണ്ടുപോയി നമ്മൾ, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളൊരു പരീക്ഷണം നടത്തുന്നു. ഇതും കൊണ്ടും കഴിഞ്ഞില്ല. നമ്മൾ പുതിയ നിരീക്ഷണ സംവിധാനം, അതായത് ഒട്ടേറെ തദ്ദേശീയമായിട്ടുള്ള ഒട്ടേറെ കമ്പനികളുമായിട്ടും സ്റ്റാർട്ടപ്പുകളുമായിട്ടും നമ്മൾ നിരന്തരം കരാറുകളിൽ ഏർപ്പെടുന്നു. പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ പ്രതിരോധ സാമഗ്രികളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ പരിഷ്കരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരു വഴിത്തിരിവായി ഇക്കാര്യത്തിൽ. കാരണം നമുക്കിപ്പോൾ നിലവിലെ നമ്മളുടെ ആയുധങ്ങളുടെ ശേഷിയെക്കുറിച്ച് കൃത്യമായ ബോധ്യം വന്നു. ഏത് മേഖലയിലാണ് നമ്മൾ പരിഷ്കരണം കൊണ്ടുവരുത്തേണ്ടെങ്കിൽ, ഏത് മേഖലയിലാണ് നമ്മളുടെ ബലഹീനത എന്ന് തിരിച്ചറിഞ്ഞു. അതിൽ ശക്തമായ നടപടിയെടുക്കുന്നു. പണം ഇവിടെ ഒരു വിഷയമേ അല്ല. വൻതോതിൽ പണം ഇറക്കി വൻതോതിലുള്ള ആയുധ സംഭരണത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്.